നമ്മളിപ്പോൾ ഉള്ളത് മോസ്കോ മെട്രോയ്ക്കകത്താണ്. ഇവിടെ ഒരുപാട് ലൈനുണ്ട്. പല പല എന്താ പറയുക, പല പല പ്രായമുള്ള ട്രെയിനുകളാണ് ഇവിടെ ഓടുന്നത്. ഇതിലും പുതിയ ട്രെയിൻ വേറെ ഉണ്ട്. നല്ല വൃത്തിയാണ് ബേസിക്കലി ഇതിനകത്ത്, അതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല സാധനങ്ങളൊക്കെ നല്ല പെർഫെക്ഷനാണ്. ഒന്നും ഒരു ഇംപെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇവരുണ്ടാക്കുന്നത്. ഇത് കാലം കഴിയുന്നതോറും ഇത് പുരാതന ട്രെയിൻ ആവത്തേ ഉള്ളൂ, നശിച്ചു പോകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്റ്റീലൊക്കെ നല്ല സൂപ്പർ സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പൊട്ടുമ്പോൾ തന്നെ അറിയാം. പിന്നെ എല്ലാവിധ പുതിയ ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും തന്നെ മെട്രോ മേടിച്ചത്. ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയത്, അതിൻ്റെ പ്രത്യേകത. കൊട്ടേഷൻ കൊടുത്ത് മേടിച്ച മെട്രോ അല്ല. ഇതിന് ഇവിടുത്തെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. നമ്മളിന്ന് സൂവിലേക്കാണ് പോകുന്നത്. മോസ്കോ സൂ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. മോസ്കോ സിറ്റിയിലെ ഭയങ്കരമായിട്ടുള്ളൊരു സൂ ആണെന്നാണ് കേട്ടത്. പോയി നോക്കാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഓ മൈ ഗോഡ്, ഇതാണ് മോസ്കോ സൂ. മോസ്കോ സൂവിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ പറയുന്ന മെട്രോ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ നേരെ മോസ്കോ സൂവിൻ്റെ അകത്തോട്ട് തന്നെയാണ് കയറുന്നത്. ടിക്കറ്റ് ഈ സൂവിനകത്ത് പാണ്ടയുണ്ട്, സീബ്രയുണ്ട്, ടൈഗറുണ്ട്, പോളാർ ബിയറുണ്ട്, ഇഷ്ടംപോലെ ജീവികളുണ്ട്. നമ്മൾ മോസ്കോ സൂയ്ക്ക് അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എസ്കലേറ്റർ വഴിയാണ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. സൂ ആണെന്ന് തോന്നുന്നതല്ലേ ഇവിടെ. നമ്മൾ മോസ്കോ സൂവിനകത്തോട്ട് കടന്നിരിക്കുകയാണ്. ഇതൊരു സിറ്റിക്കകത്ത് തന്നെയാണ് ബേസിക്കലി സൂ ഉള്ളത് എന്നാ തോന്നുന്നു. 4 വശവും ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഈ സിറ്റിക്കകത്ത് ഈ സൂ വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ചിൽഡ്രൻസ് സൂ ഉണ്ട്. ഇവിടെ ആനിമൽസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ക്രോക്കഡൈൽ, ലയൺ. ഇതിനകത്ത് കയറി നോക്കാം. മങ്കീസ് ആൻഡ് എയ്പ്സ്. ആദ്യം മങ്കീസ് ആൻഡ് എയ്പ്സിനെ കാണാം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ജീവികളെ കാണാൻ വന്നിട്ടുണ്ട്. യെസ്, എയ്പ്പുണ്ട്. എയ്പ്പ് നല്ല ഗ്ലാസ് ഇട്ട കൂടിനകത്താണ് കേട്ടോ. സോ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ എളുപ്പമാണ്. ഒരു എയ്പ്പ് അതിനകത്തിരിപ്പുണ്ട്, അവിടെ കാണാൻ സാധിക്കും. ഗൊറില്ലയാണെന്ന് തോന്നുന്നു. ഗൊറില്ല, യെസ്, വെസ്റ്റേൺ ലോലാൻഡ് ഗൊറില്ല. ₹1000 ഇവിടെ ടിക്കറ്റ് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. കൊച്ചു പിള്ളേർക്കൊക്കെ സൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ മോളും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സൂവിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഓ മൈ ഗോഡ്, നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങനെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങനെ ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ആഹാരം കൊടുക്കുന്നുണ്ട്, ടോയ്സ് വിൽക്കുന്നുണ്ട്. ഇതൊരു റൂമിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഒരു AC റൂമിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. കണ്ട നമ്മുടെ സിംഹവാലൻ കുരങ്ങ് ചാടിക്കളിക്കുന്നുണ്ട്. ഇപ്പുറത്താരാ? ഇവിടെ വേറൊരു കുരങ്ങനുണ്ട്. ഈസ്റ്റേൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊളോബസ്. ആശാനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഇത് കണ്ടില്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. AC റൂമിനകത്ത് നമ്മൾ നടക്കുന്നു, ബാക്കി അവന്മാർ പുറത്ത് തന്നെ കിടക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ് ഈ സൂവിൻ്റെ പ്രത്യേകത. ഇതൊരു മാഗ്നിഫിസൻ്റ് അനുഭവമാണ്. വേറെ തരം കുരങ്ങന്മാർ, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുരങ്ങന്മാർ. വാട്ട് ഈസ് ദിസ് കുരങ്ങൻ? വീപ്പർ കപ്പുച്ചിൻ എന്ന് പറഞ്ഞ കുരങ്ങനാണ്. അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. ഇത് വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയിൽ കാണുന്ന കുരങ്ങന്മാരാണ്. മാൻറ്റിലസ് ഫിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയിലാണ് ഇത് കാണുന്നത് ബേസിക്കലി. അടുത്തത്
എൻ്റെ അമ്മ, പലതരം ജീവികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം വാട്ട് ഈസ് ഹിയർ? ഇനി അടുത്ത കുരങ്ങൻ. ഇവനെവിടെ ഉള്ളതാണ്? ഇവന് നോർത്ത് ഈസ്റ്റേൺ സൗത്ത് അമേരിക്കയിലുള്ളതാണ്. നോർത്ത് ഈസ്റ്റേൺ സൗത്ത് അമേരിക്ക, കൊളംബിയ റീജിയനിലൊക്കെ ഉള്ള കുരങ്ങനാണ്. പേര് ഗോൾഡൻ ലയൺ ടാമറിൻ. കുരങ്ങൻ്റെ വേറൊരു ജാതി, ഗോൾഡൻ ലയൺ ടാമറിൻ. മോടി ഇരിപ്പുണ്ട്, കണ്ടില്ലേ? കുരങ്ങനൊന്നും പറയില്ല. കുരങ്ങണ്ടില്ല. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി. സൗത്ത് അമേരിക്ക ഈസ്റ്റ് ഓഫ് ദ ആൻഡീസി കാണുന്നൊരു കുരങ്ങനാണ്. സദേൺ ടാമൻഡുവ. കുരങ്ങനല്ല, ടാമൻഡുവ എന്ന് പറഞ്ഞ ജീവിയാണ്. മേളിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഉറുമ്പുതീനിയെ പോലുള്ളൊരു ജീവിയാണത്. നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത. സുമാത്രയിൽ മാത്രം കാണുന്ന സുമാത്രൻ ഓറങ്കുട്ടന്മാരാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു ഓറങ്കുട്ടൻ ആടി കളിക്കുന്നുണ്ട്. രണ്ടുപേർ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തം വലിയൊരു ഭീകരം പുറകിലുണ്ട്. 3 ഓറങ്കുട്ടന്മാരാണ് ഇതിനകത്തുള്ളത്. കണ്ടോ? ആശാൻ നോക്കുന്നുണ്ട്. ഓഹോ, ഉറക്കത്തില്ല. സുമാത്രൻ ഓറങ്കുട്ടൻ. അവർ പ്രകൃതിയുടെ മടിത്തട്ടിലും നമ്മൾ എ സിക്കകത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോർണിയൻ ഓറങ്കുട്ടൻ. ബോർണിയൻ ഓറങ്കുട്ടന്മാരുണ്ട് ഇവിടെ. അവന്മാർക്കും വിശാലമായ സ്ഥലമാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇതാ രണ്ടെണ്ണം കൂടെ മുഖത്ത് നോക്കി കിടപ്പുണ്ട്. ഇത് ഗൊറില്ല, വെസ്റ്റേൺ ലോലാൻഡ് ഗൊറില്ല. വീണ്ടും ഗൊറില്ലകളുടെ കൂടാണിത്. പക്ഷേ ഗൊറില്ലയൊന്നും കാണുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരിക്കും. ഇവിടെ ജിറാഫുണ്ട്, സീബ്ര ഉണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട്, കോറൽ റീഫ് ഫിഷ് ഉണ്ട്, അതിനെ കാണണം. ലയൺ, ബിയർ, ടൈഗർ, ഓക്കെ. പോളാർ ബിയർ ഉണ്ട്. ദെൻ ഓൾഡ് ടെറിട്ടറി, എലിഫൻറ്റ്, ജൈൻറ്റ് പാണ്ട, ലെപ്പേർഡ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണണം. നമ്മുടെ കടുവയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കടുവയുടെ നീളവും. സൈബീരിയൻ കടുവയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. വേർ ഈസ് ദ പോളാർ ബിയർ? തൊട്ടപ്പുറത്ത് ഫ്ലാറ്റ് കണ്ടില്ലേ? അയ്യോ, ഇവിടെ ജീവി. ആ ജീവിയെ ഓടിക്കുന്ന പിള്ളേർ. ഏത് ജീവിയാണെന്ന് നോക്കട്ടെ സുഹൃത്തെ. ഇത് ഗുലോ എന്ന് പറഞ്ഞ ജീവിയാണ് കേട്ടോ. ഇത് യുറേഷ്യ, നോർത്തൻ അമേരിക്കയിലുള്ള ഒരു ജീവിയാണ്. ഗുലോ ഓടിക്കുന്നു. ഗുലോ അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ബാൾഡ് ഈഗിൾ. ആശാൻ അവിടെ ഇരിപ്പുണ്ട്. ആശാനെ കൂട്ടിനകത്താണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മുകളിൽ നിറയെ ചെടികളും വേരുകളും മരങ്ങളും ഒക്കെയാണ് ബാൾഡ് ഈഗിൾ. അമേരിക്കയുടെ ദേശീയ ചിഹ്നം കൂടെ ബാൾഡ് ഈഗിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംബഡി ഈസ് കോളിംഗ് മീ. പോളാർ ബിയറിനെ ഇട്ടിരിക്കുന്ന കൂടാണിത്. ഐസ് മേളിൽ നിന്ന് അവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ ഇവിടെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അവർ ഐസിനകത്ത് ഇടും. കാരണം നല്ല തണുപ്പ് വേണ്ട ജീവിയാണ് പോളാർ ബിയർ. നമ്മൾ ഇത്ര നേരം അതിനെ കണ്ടാൽ ഇപ്പോൾ ഓടി അതിനകത്തോട്ട് കയറി അവിടുത്തെ ഒരു ഹോളിനകത്തോട്ട് കയറിപ്പോയി ഐസ് മേളിൽ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതൊരു നമുക്ക് നമ്മുടെ നാട്ടിൽ പോളാർ ബിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും സൂര്യണ്ടോ എന്ന് എനിക്കറിയില്ല. ഡാർജിലിംഗ് സൂര്യൻ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇവിടെയുണ്ട്, മോസ്കോയിലുണ്ട്. സൂ പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. കുരുവികളൊക്കെ കേട്ടോ, കുരുവികൾ. അടുത്ത സ്ഥാനമാണ് നമ്മുടെ മാനുകൾ. എൻ്റെ അമ്മേ, ഇത് നമ്മുടെ ഹിമാലയൻ മാനായിരിക്കും. ഇതാണ് ഈസ്റ്റ് കൊക്കേഷ്യൻ ടൂർ. ഈ കൊക്കേഷ്യൻ മലനിരകളിലുള്ള മാനാണ് കേട്ടോ. ഈസ്റ്റേൺ ഹാഫ് ഓഫ് ദ ഗ്രേറ്റർ കൊക്കേഷ്യസ് മൗണ്ടൻസ് ഉള്ളത്. നിറയെ മാനുകളുണ്ട്. ചാടിപ്പോകാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം. കൊക്കേഷ്യസ് ടൂറാണ്. കൊക്കേഷ്യസ് മലനിരകളിലുള്ള മാനാണ് കേട്ടോ ഇത്. നമ്മുടെ ട്രിവാൻഡ്രം സൂ പോലത്തെ ഒരു സൂ ആണ് ഈ മോസ്കോ സൂ. കാരണം ചുറ്റും ബിൽഡിങ്ങുകളും കാര്യങ്ങളും. എന്താ പക്ഷികളൊക്കെ ഇരിപ്പുണ്ട്. പെലിക്കൻസ് ആണത്, പെലിക്കൻസ്. ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. അത് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ യൂറോപ്പ്, ഈ ഏഷ്യ, ആഫ്രിക്ക ഇവിടെ എല്ലാം കാണുന്നുണ്ട്. ദെൻ ബ്ലാക്ക് ഹെഡഡ് ഗൾ, ഹെറിംഗ് ഗൾ. ഇഷ്ടം പോലെ പക്ഷിവർഗത്തിൽപ്പെട്ട ജീവികളുണ്ട്. ഇതാ ഒരു കോർമറൻ്റ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അതിനെ പൊക്കിയിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. കോർമറൻസ്. ഇനി നമ്മൾ പോകുന്ന അടുത്ത സ്ഥലം ഡയറക്ഷൻ ഒന്നും ഇവർ വെച്ച് ഞാൻ കാണുന്നില്ല. ഇത് മുഴുവൻ താറാവുകളുടെയൊക്കെ ഏരിയ ആണ് ഇന്ന് പോയ സ്ഥലം. കരടി. ഫാമിലി ആയിട്ടാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് കേട്ടോ. കൊച്ചു പിള്ളേരും കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ താറാവിൻ്റെ ഏരിയ ആണ്. റുഡീഷ്യൽ ഡക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കരടിയെ, സിംഹത്തിനെയൊക്കെ നല്ല അലങ്കരിച്ച ടൈലെന്ന് പറയാം. നല്ല കളർഫുൾ ടൈല് കൊണ്ട് ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ ഇത് പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇതാ ഒരു പെൺകുട്ടി കയറി ഇരിപ്പുണ്ട് അവിടെ മുകളിൽ.